ഗുരു ഗുരുധർമ്മ പ്രചാരണ സഭ. ഗുരുദേവനെ ദർശനത്തിൻ്റെ മഹിതമായ വെളിച്ചത്തിൽ നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള ശീലം നാം സമാർജിക്കേണ്ടിയിരിക്കുന്നു. ഗുരുദേവനുള്ള നമ്മുടെ ഭക്തി സബലവും ചാരിതാർത്ഥ്യമാണെങ്കിൽ ദർശനവും ജീവിതവും സമന്വയിപ്പിച്ചുകൊണ്ട് ഗുരുദേവനെ കണ്ടെത്താൻ കഴിയണം. ദാർശനികമായ ഉൾക്കാഴ്ച കൊണ്ടും സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് മാത്രമേ ഗുരുദേവൻ്റെ അവദാന സമൃദ്ധമായ ജീവിതത്തിൻ്റെ അഗാധമായ പൊരുൾ ഉൾക്കൊള്ളുവാൻ കഴിയൂ. ഗുരുദേവനെ ഭൗതികവൽക്കരിക്കുവാനും അതിന് ഉപയുക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാനുമുള്ള ശ്രമത്തിന് വളരെ പഴക്കമുണ്ട്. ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ കണ്ണുകളിലൂടെ ഗുരുദേവനെ നോക്കിക്കാണുവാനും വിലയിരുത്തുവാനുമുള്ള നിരവധി പ്രശസ്ത സംരംഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ നിഗമനങ്ങളോടുകൂടി വലിയൊരു വിഭാഗം ഗുരുദേവ അനുയായികൾ കൂറു പുലർത്തി വരുന്നുണ്ട്. ഗുരുദേവ ദർശന പരിചയമുള്ളവർക്ക് ഗുരുദേവൻ നാസ്തിക ഭൗതികവാദത്തിൻ്റെ വക്താവും ആചാര്യനുമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. ഗുരുദേവൻ്റെ പ്രചാരമാർജിച്ച ലളിതമായ കൃതിയാണ് ദൈവദശകം. ദൈവമേ എന്ന സംബോധനയോടു കൂടി സമാരംഭിക്കുന്ന ദൈവദശകത്തിൻ്റെ സാമാന്യ പരിചയമുള്ള ഒരാളിന് ഗുരുദേവനെ ഭൗതികവൽക്കരിക്കുവാൻ സാധിക്കുകയില്ല. ദൈവദശകത്തിൻ്റെ അർത്ഥവിചാരത്തിലൂടെ അതിൻ്റെ അത്യഗാധമായ ആശയപ്രപഞ്ചത്തിലേക്ക് കടക്കുവാൻ എല്ലാവർക്കും സാധ്യമാണെന്ന് വാദിക്കാം. എന്നാൽ നിത്യപാരായണത്തിലൂടെ സാധാരണക്കാരന് പോലും ദൈവദശകത്തിൻ്റെ സാമാന്യമായ പൊരുൾ ഉൾക്കൊള്ളുവാനും അതിലൂടെ ജീവിതത്തിൻ്റെ ആഴവും മഹിമയും ഈശ്വരനിൽ അധിഷ്ഠിതവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഗുരുദേവനെ ഹൈന്ദവവൽക്കരിക്കുവാനുള്ള ആസൂത്രിതവും സംഘടിതമായ ശ്രമവും ഫലപ്രദമായി നടന്നിട്ടുണ്ട്. സങ്കുചിത ഹൈന്ദവ വീക്ഷണത്തിൻ്റെ വൈകാരിക തീവ്രതയോടുകൂടിയ സമീപനവും വളരെയധികം ഗുരുദേവ ഭക്തന്മാരെ ആകർഷിച്ചിട്ടുണ്ട്. ചരിത്രപരവും സാങ്കേതികമായിട്ടുള്ള ഹൈന്ദവ കാഴ്ചപ്പാടിനെ ദാർശനികവും വിശാലവുമായ സമീക്ഷ കൊണ്ടാണ് ഗുരുദേവൻ നേരിട്ടിരുന്നത്. പല മതസാരവും ഏകം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് തുടങ്ങിയ ഗുരുദേവൻ്റെ അതീവ സാധാരണമായ സന്ദേശങ്ങളുടെ അത്യഗാധമായ അർത്ഥതലം കണ്ടെത്തണമെങ്കിൽ ഗുരുദേവ കൃതികളുമായി ഗാഢമായ പരിചയം സമ്പാദിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സന്ദേശങ്ങളുടെ സാമാന്യമായ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരാളിന് ഹൈന്ദവവൽക്കരണത്തിൻ്റെ സങ്കുചിത വൃത്തത്തിൽ ഗുരുദേവനെ തളച്ചിടുവാൻ സാധിക്കുകയില്ല. ഗാന്ധിസവും ഗുരുദേവ ദർശനവുമായിട്ടുള്ള സാദൃശ്യ വിചാരത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ച ചരിത്ര പ്രസിദ്ധമാണ്. പ്രസ്തുത സന്ദർശന വേളയിൽ നടന്ന സംവാദത്തിൽ ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കാഴ്ചപ്പാടിൻ്റെ സമാനതയും അസമാനതയും പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ മോചനം സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കപ്പെടുന്നുള്ളൂ എന്ന് ഗുരുദേവൻ സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഭാരതത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പ്രതിബന്ധമാണെന്ന് ഗുരുദേവൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ മഹാത്മജി ഒന്നുകൂടി വരേണ്ടതുണ്ടെന്ന് ഗുരുദേവൻ അരുളി ചെയ്തത്. സാമൂഹ്യ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പരസ്പര പൂരകമായി കാണുന്ന സ്വാതന്ത്ര്യ സങ്കല്പമാണ് ഗുരുദേവനുണ്ടായിരുന്നത്. ഗുരുദേവൻ്റെ ഈ സമഗ്ര വീക്ഷണത്തിൻ്റെ ഉൾക്കാഴ്ച ഗാന്ധിജിയേക്കാൾ ഡോക്ടർ അംബേദ്കർ ഉൾക്കൊണ്ടിരുന്നു. ഗുരുദേവനെ യഥാർത്ഥമായി ഉൾക്കൊള്ളുക എന്നതാണ് ഇന്ന് ഗുരുദേവ ഭക്തന്മാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി.
ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെങ്കിൽ ഗുരുദേവ ദർശന പരിചയം അനിവാര്യമാണ്. ഇതിനുള്ള ആത്മാർത്ഥതാപൂർണമായ സന്നദ്ധതയാണ് നമ്മുടെ ഗുരുദേവ ഭക്തിയുടെ മാനദണ്ഡമായിരിക്കുന്നത്. ഈ പാവനമായ കടമ ഏറ്റെടുക്കുവാനുള്ള അദമ്യമായ പ്രേരണ ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുവാനും പഠന ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാനും എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ. ഓം തത്സത്.